ഹലോ ഫ്രണ്ട്സ്, ഇന്ന് സൈക്കാട്രിക് നഴ്സിംഗ് പാർട്ട് 1 നമ്മൾ സ്കീസോഫ്രീനിയ എന്ന് പറഞ്ഞ കണ്ടീഷനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ സ്കിസോഫ്രീനിയയിൽ നമ്മുടെ DHS എക്സാമിന്, അതുപോലെ വരുന്ന DME എക്സാമിന്, നോർസെറ്റ് 2021 വരാൻ പോകുന്ന എക്സാമിന്, ഇതിനൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സ്കിസോഫ്രീനിയയിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മെയിൻ പോയിൻറ്റ്സ് ഇതാണ് നമ്മൾ ഈ വീഡിയോയിൽ വളരെ പെട്ടെന്ന് ഡിസ്കസ് ചെയ്തു പോകുന്നത്. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റായിട്ട് സ്കിസോഫ്രീനിയയുടെ ഒരു ഇൻട്രൊഡക്ഷൻ പോയിന്റിൽ ക്വസ്റ്റ്യൻ വരാവുന്ന അല്ലെങ്കിൽ വന്നിട്ടുള്ള കുറച്ച് ഏരിയകളാണ്. ആദ്യം സ്കിസോഫ്രീനിയയുടെ ICD ക്ലാസിഫിക്കേഷൻ. സ്കിസോഫ്രീനിയയുടെ ICD ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് F20 ആണ്. F20 ആണ് സ്കിസോഫ്രീനിയ. ഇനി സ്കിസോഫ്രീനിയ ഈസ് ഓൾസോ കോൾഡ് സ്പ്ലിറ്റ് മൈൻഡ്. സ്കിസോഫ്രീനിയ തന്നെയാണ് സ്പ്ലിറ്റ് മൈൻഡ്, വിഭജിക്കപ്പെട്ട മനസ്സ് എന്ന് വിളിക്കുന്നത് സ്കിസോഫ്രീനിയ എന്ന് പറയുന്ന കണ്ടീഷനെയാണ്. ഇനി സ്കിസോഫ്രീനിയയിലാണ് ഇൻക്രീസ്ഡ് ഡോപ്പമിൻ ലെവൽ കാണപ്പെടുന്നത്, അല്ലെങ്കിൽ ന്യൂറോ ട്രാൻസ്മിറ്റർ ആയിട്ടുള്ള ഡോപ്പമിൻ്റെ അളവ് കൂടുന്ന സമയത്താണ് സ്കിസോഫ്രീനിയ ഉണ്ടാകുന്നത്. ഇനി മറ്റൊരു പോയിൻ്റാണ് സ്കിസോഫ്രീനിയ എന്ന് പറഞ്ഞ ടേം. ഈ സ്കിസോഫ്രീനിയ എന്ന് പറഞ്ഞ ടേം കോയിൻ ചെയ്തത്, ആ പേര് ഇട്ടത് യൂജിൻ ബ്ലൂലർ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ്. ഇനി സ്കിസോഫ്രീനിയയിൽ ഇത് DHS എക്സാമിന് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. സ്കിസോഫ്രീനിയയിൽ കോൺഷ്യസ്നെസ് ഉണ്ടാവും, ഇൻസൈറ്റ് ഉണ്ടാവില്ല. കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോധം, പക്ഷേ ഇൻസൈറ്റ് എന്ന് പറയുന്നത് ഒരാൾക്ക് റിയാലിറ്റി ആണോ ഇമാജിനേഷൻ ആണോ ഇങ്ങനെയുള്ള തിരിച്ചറിവിനെയാണ് ഇൻസൈറ്റ് എന്ന് പറയുന്നത്. ഈ ഇൻസൈറ്റ് ഉണ്ടാവില്ല, പക്ഷേ അയാൾക്ക് ബോധം ഉണ്ടാവും, കോൺഷ്യസ്നെസ് ഉണ്ടാവും. ഇനി മറ്റൊരു പോയിൻ്റ്, സ്കിസോഫ്രീനിയയുടെ സിംറ്റംസിനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സിംറ്റംസ്. സോ പോസിറ്റീവ് സിംറ്റംസ് ഓഫ് സ്കിസോഫ്രീനിയ. സ്കിസോഫ്രീനിയയുടെ പോസിറ്റീവ് സിംറ്റംസ് ആണ് ഡെലൂഷൻ, ഹാലൂസിനേഷൻ, ഇല്യൂഷൻ, എക്സൈറ്റ്മെൻറ്റ് ഓർ അജിറ്റേഷൻ, സസ്പീഷ്യസ്നെസ് ആൻഡ് സൂയിസൈഡൽ ടെൻഡൻസീസ്. ഇതിൽ ഈ പോസിറ്റീവ് സിംറ്റംസിൽ ഡെലൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഡെലൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫോൾസ് അൺഷേക്കബിൾ ബിലീഫ്സ് എന്നാണ് പറയുക. അതായത് മാറ്റാൻ പറ്റാത്ത തെറ്റായിട്ടുള്ള വിശ്വാസങ്ങൾ. അത് പലതരത്തിൽ വരാം. ഡെലൂഷൻ ഓഫ് ഗ്രാൻഡ്യൂർ ആയിട്ട് വരാം, താൻ വളരെ വലിയൊരു വ്യക്തിയാണ് എന്ന് വിചാരിക്കുന്നത്. അല്ലെങ്കിൽ ഡെലൂഷൻ ഓഫ് പെർസിക്യൂഷൻ വരാം, തന്നെ ആരോ വധിക്കാൻ വരുന്നുണ്ട് അല്ലെങ്കിൽ തന്നെ ആരെങ്കിലും ഹർട്ട് ചെയ്യാൻ വരുന്നുണ്ട് എന്ന് വിചാരിക്കുന്ന ഡെലൂഷൻ ഓഫ് പെർസിക്യൂഷൻ. അല്ലെങ്കിൽ തൻ്റെ ഭാര്യ ചീറ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ തൻ്റെ ഭർത്താവ് ചീറ്റ് ചെയ്യുന്നുണ്ട് എന്ന് വിചാരിക്കുന്ന ഡെലൂഷൻ ഓഫ് ഇൻഫിഡിലിറ്റി. ഈ ഡെലൂഷൻ ഓഫ് ഇൻഫിഡിലിറ്റിയും ഒരു ഡെലൂഷനാണ്. അപ്പോൾ അത്തരത്തിലുള്ള വിശ്വാസങ്ങളെയാണ് ഡെലൂഷൻസ് എന്ന് പറയുന്നത്. ഇനി മറ്റൊരു പോസിറ്റീവ് സിംറ്റമാണ് ഹാലൂസിനേഷൻ. ഒരു സ്റ്റിമുലസ് ഇല്ലാതെ തന്നെ ഉണ്ടാകുന്ന പെർസെപ്ഷൻ. പെർസെപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യത്തെ മനസ്സിലാക്കുന്നതിനാണ് പെർസെപ്ഷൻ എന്ന് പറയുന്നത്. ഒരു സ്റ്റിമുലസ് ഇല്ലാത്ത എ പെർസെപ്ഷൻ വിത്തൗട്ട് എ സ്റ്റിമുലസ്. ഹാലൂസിനേഷൻ പലതരത്തിലുണ്ട്, നമുക്ക് ഡിസ്കസ് ചെയ്യാം. മറ്റൊരു പോസിറ്റീവ് സിംറ്റമാണ് ഇല്യൂഷൻ. ഒരു സ്റ്റിമുലസിനെ ഫോൾസ് ആയിട്ട് പെർസീവ് ചെയ്യുക. അപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു പൂച്ചയെ കണ്ടിട്ട് അതൊരു സിംഹമാണ് എന്ന് തോന്നുന്നതിനെ ഇല്യൂഷൻ എന്ന് പറയാം. ഇനി മറ്റൊന്നാണ് എക്സൈറ്റ്മെൻറ്റ് ഓർ അജിറ്റേഷൻ. അതായത് വളരെയധികം എക്സൈറ്റഡ് ആവുക, അല്ലെങ്കിൽ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന രീതിയിൽ വയലൻ്റ് ആവുക. ഇതിനെയൊക്കെയാണ് അജിറ്റേഷൻ, എക്സൈറ്റ്മെൻറ്റ് എന്നൊക്കെ പറയുന്നത്. മറ്റൊരു സിംറ്റമാണ് സസ്പീഷ്യസ്നെസ്, അതായത് സംശയരോഗം. എല്ലാത്തിലും സംശയത്തോടെ നോക്കിക്കാണുന്ന ഒരവസ്ഥ, അതിനെയാണ് സസ്പീഷ്യസ്നെസ് എന്ന് പറയുന്നത്. പിന്നെ മറ്റൊന്നാണ് സൂയിസൈഡൽ ടെൻഡൻസീസ്. ഈ സൂയിസൈഡൽ ടെൻഡൻസീസ് എപ്പോഴും ക്വസ്റ്റ്യനിൽ വരുന്നതാണ്. എല്ലാവരും തെറ്റിച്ചിട്ട് ഇത് നെഗറ്റീവ് സിംറ്റമായിട്ട് എഴുതും, പക്ഷേ സൂയിസൈഡൽ ടെൻഡൻസീസ് എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് സിംറ്റമാണ്. ഇനി നമുക്ക് നെഗറ്റീവ് സിംറ്റംസ് നോക്കാം. നെഗറ്റീവ് സിംറ്റംസ് ഓഫ് സ്കിസോഫ്രീനിയ: അൺഹെഡോണിയ, എപ്പതി, ആംബിവാലൻസ്, അലോഗിയ, അഫക്റ്റീവ് ഫ്ലാറ്റനിങ്. ഇതൊക്കെ നെഗറ്റീവ് സിംറ്റംസ് ആണ്. ഇതിൽ അൺഹെഡോണിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിലും താല്പര്യമില്ലാത്തൊരവസ്ഥ. പിന്നെ രണ്ടാമത്തേതാണ് എപ്പതി. എപ്പതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫക്റ്റിൻ്റെ ആബ്സെൻസ് ആണ്. അതായത് ഒരു ഇമോഷൻ ഇല്ലാത്ത അവസ്ഥ. എന്ത് കാര്യം കേട്ടാലും എന്ത് സംഭവിച്ചാലും സന്തോഷമോ സങ്കടമോ ഒന്നും കാണിക്കാത്ത ഒരവസ്ഥയാണ് എപ്പതി എന്ന് പറയാം. ഇനി ആംബിവാലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് എക്സ്ട്രീമായിട്ടുള്ള ഇമോഷൻസ് കാണിക്കുക.
ചില സമയത്ത് ഒരുപാട് സന്തോഷം കാണിക്കുക, ചില സമയത്ത് ഒട്ടും സന്തോഷമില്ലാതെ വളരെ ഡിപ്രസ്ഡ് ആയിട്ടുള്ള അവസ്ഥയും കാണിക്കുക. ഇതിനെയാണ് ആംബിവാലൻസ് എന്ന് പറയുന്നത്. അലോഗ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പീച്ച് ഇല്ലാത്ത അവസ്ഥ, അല്ലെങ്കിൽ ശരിയായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ചെയ്യാത്ത ഒരവസ്ഥയാണ് അലോഗ്യ എന്ന് പറയുന്നത്. ഇനി മറ്റൊന്നാണ് എഫക്റ്റീവ് ഫ്ലാറ്റനിങ്. അതായത് ഒരാളുടെ മുഖഭാവം വളരെ ഫ്ലാറ്റായിട്ട് ഒരു തരത്തിലുള്ള മുഖത്തൊരു ഭാവം കാണിക്കാത്ത അവസ്ഥയാണ് എഫക്റ്റീവ് ഫ്ലാറ്റനിങ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെയാണ് നെഗറ്റീവ് സിംറ്റംസ് ഓഫ് സ്കീസോഫ്രീനിയ എന്ന് പറയുന്നത്. ഇനി ഈ നെഗറ്റീവ് സിംറ്റംസ് ഓഫ് സ്കീസോഫ്രീനിയ തന്നെ ബ്ലൂളറുടെ 4A സിംറ്റംസ് ഉണ്ട്. ഇതും നെഗറ്റീവ് സിംറ്റംസ് ഓഫ് സ്കീസോഫ്രീനിയയാണ്, ബ്ലൂളറുടെ 4A. അപ്പോൾ അതിൽ വരുന്നതാണ് ഒന്നാമത്തത് അസോസിയേറ്റീവ് ലൂസണിങ്, രണ്ടാമത്തത് ആംബിവാലൻസ്, മൂന്നാമത്തത് അഫക്റ്റീവ് ഡിസ്റ്റർബൻസസ് ആൻഡ് നാലാമത്തത് ഓട്ടിസ്റ്റിക് തിങ്കിങ്. അപ്പോൾ അസോസിയേറ്റീവ് ലൂസണിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിന്തകൾ തമ്മിൽ ഒരു ബന്ധവും ഇല്ലാത്ത അവസ്ഥയാണ് അസോസിയേറ്റീവ് ലൂസണിങ്. ആംബിവാലൻസ് എന്ന് പറഞ്ഞാൽ സന്തോഷവും സങ്കടവും ഒരേ സമയത്ത് കാണിക്കുന്നതിനാണ് ആംബിവാലൻസ് എന്ന് പറയാം. അഫക്റ്റീവ് ഡിസ്റ്റർബൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമോഷൻസിൽ വരുന്ന ഡിസ്റ്റർബൻസസ് ആണ്. പലതരത്തിലുള്ള ഇമോഷൻസ് അല്ലെങ്കിൽ ഒട്ടും ഇമോഷൻസ് ഇല്ലാത്ത അവസ്ഥ, ഇതൊക്കെയാണ് അഫക്റ്റീവ് ഡിസ്റ്റർബൻസസ്. ഇനി ഓട്ടിസ്റ്റിക് തിങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും സെൽഫിനെ കുറിച്ച് മാത്രം ചിന്തിക്കുക, ഉൾവലിഞ്ഞ ഒരു സ്വഭാവം, ഡേ ഡ്രീം ചെയ്തുകൊണ്ടിരിക്കുക, ഇങ്ങനെയുള്ള അവസ്ഥയാണ് ഓട്ടിസ്റ്റിക് തിങ്കിങ് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ബ്ലൂളറുടെ 4A's. ഇനി വരുന്നത് ഹാലൂസിനേഷൻ. നമ്മൾ പോസിറ്റീവ് സിംറ്റംസിൽ പറഞ്ഞ വളരെ മെയിനായിട്ടുള്ള സാധനമാണ് ഹാലൂസിനേഷൻ. അപ്പോൾ ഹാലൂസിനേഷൻ എന്താണെന്ന് നോക്കാം. ഫാൾസ് പെർസെപ്ഷൻ ഇൻ ദ ആബ്സെൻസ് ഓഫ് സ്റ്റിമുലേ ഉണ്ടാവില്ല, ആബ്സെൻസ് ഓഫ് സ്റ്റിമുലേ ആയിരിക്കും, ഫാൾസ് പെർസെപ്ഷൻ ആയിരിക്കും. ഏറ്റവും സ്കിസോഫ്രീനിയയിൽ കാണപ്പെടുന്ന ഏറ്റവും കോമൺ ഹാലൂസിനേഷൻ എന്ന് പറയുന്നത് ഓഡിറ്ററി ഹാലൂസിനേഷനാണ്. ശബ്ദം ഓഡിറ്ററി ഹാലൂസിനേഷനാണ്, ഇല്ലാത്ത ശബ്ദങ്ങൾ കേൾക്കുക, ഇതാണ് ഓഡിറ്ററി ഹാലൂസിനേഷൻ. സ്കിസോഫ്രീനിയയിൽ കാണപ്പെടുന്ന മറ്റൊരു ഹാലൂസിനേഷൻ എന്ന് പറയുന്നത് ഓൾഫാക്ടറി ഹാലൂസിനേഷനാണ്. മോസ്റ്റ് കോമൺ എപ്പോഴും ഓഡിറ്ററി ഹാലൂസിനേഷൻ തന്നെയാണ്. ഓൾഫാക്ടറി ഹാലൂസിനേഷനും സ്കിസോഫ്രീനിയയിൽ കാണപ്പെടാറുണ്ട്. ഇനി വരുന്ന മറ്റ് ഹാലൂസിനേഷനാണ്. അതിൽ ആദ്യമായിട്ട് വരുന്ന വിഷ്വൽ ഹാലൂസിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഗാനിക് ബ്രെയിൻ സ്റ്റെം കണ്ടീഷൻസിൽ കാണപ്പെടുന്നതാണ്. ഇല്ലാത്ത വസ്തുക്കളെ കാണുന്ന അവസ്ഥയാണ് വിഷ്വൽ ഹാലൂസിനേഷൻ. ഇനി അടുത്ത് വരുന്നതാണ് ജസ്റ്റേറ്ററി ഹാലൂസിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇല്ലാത്ത ടേസ്റ്റ് തോന്നുക, അത് മിക്കപ്പോഴും രുചികരമല്ലാത്ത ടേസ്റ്റ് ആയിരിക്കും. അത് കൂടുതൽ കാണപ്പെടുന്നത് ഡിപ്രഷനിലാണ്. ഇനി അടുത്ത് വരുന്നതാണ് ടാക്ടൈൽ ഹാലൂസിനേഷൻ. ശരീരത്തിലൂടെ എന്തെങ്കിലും എഴുതുന്നുണ്ട് അല്ലെങ്കിൽ ആരെങ്കിലും തൊടുന്നുണ്ട് എന്നുള്ള തോന്നുന്നതിനാണ് ടാക്ടൈൽ ഹാലൂസിനേഷൻ. ഇതധികം വരുന്നത് ഡ്രഗ് അബ്യൂസ് അല്ലെങ്കിൽ സബ്സ്റ്റൻസ് അബ്യൂസാണ്. LSD, കൊക്കൈൻ പോലുള്ള ഡ്രഗ്സ് ഉപയോഗിക്കുമ്പോഴാണ് ഈ ടാക്ടൈൽ ഹാലൂസിനേഷൻ വരുന്നത്. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ഹാലൂസിനേഷനാണ് കൈനറ്റിക് ഹാലൂസിനേഷൻ. ഫ്ലൈ ചെയ്യുന്ന പോലെ തോന്നുന്നതിനാണ് കൈനറ്റിക് ഹാലൂസിനേഷൻ, പറക്കുന്ന പോലെ തോന്നുന്നതിനാണ് കൈനറ്റിക് ഹാലൂസിനേഷൻ എന്ന് പറയുന്നത്. ഇനി മറ്റൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ് സ്യൂഡോ ഹാലൂസിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാലൂസിനേഷൻ ഉണ്ടാവും പേഷ്യൻറ്റ്, പക്ഷേ പേഷ്യൻറ്റിന് തിരിച്ചറിയാൻ പറ്റും അത് റിയാലിറ്റി അല്ല എന്ന്. നോർമലി പേഷ്യൻസിന് ഹാലൂസിനേഷൻ തിരിച്ചറിയാൻ പറ്റില്ല. ഇപ്പോൾ ഒരു ഇല്ലാത്ത ഒരാളെ പേഷ്യൻറ്റ് കാണുന്നുണ്ടെങ്കിൽ പേഷ്യൻറ്റ് കരുതുന്നത് അത് റിയാലിറ്റിയിലുള്ള ആൾ തന്നെയാണ് എന്നാണ്. എന്നാൽ സ്യൂഡോ ഹാലൂസിനേഷനിൽ പേഷ്യൻ്റ് അയാളെ കാണുന്നുണ്ടെങ്കിലും പേഷ്യൻറ്റിന് അറിയാം അത് റിയാലിറ്റി അല്ല എന്ന്. അതാണ് സ്യൂഡോ ഹാലൂസിനേഷൻ. അടുത്ത് വരുന്നതാണ് ടൈപ്സ് ഓഫ് സ്കീസോഫ്രീനിയ മെയിനായിട്ട് 5 ടൈപ്സ് ആക്കി തിരിച്ചിട്ടുണ്ട്. പാരനോയിഡ് സ്കീസോഫ്രീനിയ, കാറ്ററ്റോണിക് സ്കീസോഫ്രീനിയ, എബിഫ്രീനിക് സ്കീസോഫ്രീനിയ, റെസിജ്വൽ സ്കീസോഫ്രീനിയ ആൻഡ് അൺഡിഫറൻഷിയേറ്റഡ് സ്കീസോഫ്രീനിയ. ഇതിൽ നമുക്ക് ആദ്യം പാരനോയിഡ് സ്കീസോഫ്രീനിയയുടെ മെയിൻ പോയിൻറ്റ്സ് നോക്കാം. പാരനോയിഡ് സ്കീസോഫ്രീനിയ ഏറ്റവും കോമൺ ടൈപ്പ് ഓഫ് സ്കീസോഫ്രീനിയാണ്. ഏറ്റവും കോമൺ ആയിട്ട് കാണപ്പെടുന്ന സ്കീസോഫ്രീനിയാണ് പാരനോയിഡ് സ്കീസോഫ്രീനിയ. ഡെലൂഷണൽ തിങ്കിങ്ങും ഡെലൂഷണൽ തോട്ട്സും ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് പാരനോയിഡ് സ്കീസോഫ്രീനിയയിലാണ്. ഏറ്റവും നല്ല ഗുഡ് പ്രോഗ്നോസിസ് ഉള്ളത് പാരനോയിഡ് സ്കീസോഫ്രീനിയക്കാണ്. പിന്നെ അതുപോലെ തന്നെ ഇമോഷൻസ്, നോ ചേഞ്ചസ് ഇൻ അഫക്റ്റിൽ വലിയ ചേഞ്ചസ്, ഇമോഷൻസിൽ വലിയ ചേഞ്ചസ് ഇല്ലാത്തതും പാരനോയിഡ് സ്കീസോഫ്രീനിയയിലാണ്. ഇനി അടുത്തതാണ് കാറ്ററ്റോണിക് സ്കീസോഫ്രീനിയ. കാറ്ററ്റോണിക് സ്കീസോഫ്രീനിയ സൈക്കോമോട്ടോർ സ്കീസോഫ്രീനിയ എന്നും വിളിക്കാറുണ്ട്. സൈക്കോമോട്ടോർ സിംറ്റംസ് ആയിരിക്കും കൂടുതൽ. കാറ്റാപ്ലക്സി, വാക്സ് ഫ്ലെക്സിബിലിറ്റി, സ്റ്റ്യൂപ്പർ പോലെ. അതായത്
പേഷ്യൻ്റ് എപ്പോഴും ഒരു പ്രത്യേക പൊസിഷനിൽ ഒരു പോസ്ചർ തിരഞ്ഞെടുക്കുക, അതിൽ നിൽക്കുക, അല്ലെങ്കിൽ മറ്റൊരാൾ കാണിക്കുന്ന പോസ്റ്റർ അതുപോലെ കാണിക്കുക. വാക്സ് ഫ്ലെക്സിബിലിറ്റി എന്ന് പറയും. മറ്റൊരാൾ കാണിക്കുന്നത് പോലെ കാണിച്ചിട്ട് ആ ഒരു പോസ്റ്ററിലേക്ക് ഒരുപാട് സമയം അതുപോലെ തന്നെ ചിലവഴിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ സൈക്കോമോട്ടർ സിംറ്റംസിൽ വരുന്നത്. ഇതാണ് ഏറ്റവും ഡേഞ്ചറസ്റ്റ് സ്കിസോഫ്രീനിയ. കാരണം ഇങ്ങനെ നിന്ന് പേഷ്യൻസിന് ഡീഹൈഡ്രേഷൻ ഉണ്ടാവും, ഡെത്ത് ഉണ്ടാവാനൊക്കെയുള്ള കാരണമുണ്ട്. അതുകൊണ്ട് തന്നെ മോസ്റ്റ് ഡേഞ്ചറസ് ടൈപ്പ് ഓഫ് സ്കിസോഫ്രീനിയ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാറ്ററ്റോണിക് സ്കിസോഫ്രീനിയാണ്. അവിടെ വരുന്ന മറ്റൊരു പോയിൻ്റാണ് പെർനീഷ്യസ് ഓർ അക്യൂട്ട് ലീത്തൽ കാറ്ററ്റോണിയ എന്ന് പറയുന്നത്. അപ്പോൾ അക്യൂട്ട് ലീത്തൽ കാറ്ററ്റോണിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഷ്യൻസ് ഒരു പ്രത്യേക പോസ്റ്ററിൽ നിൽക്കുകയും പിന്നീട് ഭയങ്കര റിജിഡിറ്റി കാണിക്കുകയും അതിൽ നിന്ന് മാറാത്തൊരവസ്ഥ കാണിക്കുകയും അത് പിന്നീട് ഹൈപ്പർ തെർമിയയും ഡീഹൈഡ്രേഷനും ഒക്കെ ഉണ്ടാക്കും. കൂടിയ ഫീവർ അതുപോലെ തന്നെ നിർജ്ജലീകരണമൊക്കെ ഉണ്ടാക്കിയിട്ട് പേഷ്യൻ്റെ ഡെത്തിന് കാരണമാകുന്നു. ഇതാണ് അക്യൂട്ട് ലീത്തൽ കാറ്ററ്റോണിയ എന്ന് പറയുന്നത്. ഇനി മറ്റൊരു സ്കിസോഫ്രീനിയാണ് ഹെബിഫ്രീനിക് സ്കിസോഫ്രീനിയ. ഹെബിഫ്രീനിക് സ്കിസോഫ്രീനിയാണ് ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ റിക്കവറി ഇല്ലാത്ത സ്കിസോഫ്രീനിയ. ഇവിടെ കാറ്ററ്റോണിക് സ്കിസോഫ്രീനിയ നമ്മൾ പറഞ്ഞു ഡേഞ്ചറസ് സ്കിസോഫ്രീനിയാണ്. ഹെബിഫ്രീനിക് ആണ് വേഴ്സ്റ്റ് അല്ലെങ്കിൽ റിക്കവറി ഇല്ലാത്ത സ്കിസോഫ്രീനിയ. ഇതിൽ കാണിക്കപ്പെടുന്ന സിംറ്റംസ് ആണ് ചൈൽഡിഷ് ബിഹേവിയർ, ഡെലൂഷൻസ് ഇവിടെയും വരും, അതുപോലെ തന്നെ ഹാലൂസിനേഷൻസ് വരും ഹെബിഫ്രീനിക് സ്കിസോഫ്രീനിയ. ഇനി മറ്റൊരു സ്കിസോഫ്രീനിയാണ് റെസിജ്വൽ സ്കിസോഫ്രീനിയ. റെസിജ്വൽ സ്കിസോഫ്രീനിയ എന്ന് പറഞ്ഞാൽ മുമ്പ് സ്കിസോഫ്രീനിയ ഉണ്ടായിട്ട് മാറിയ ആൾക്കാർക്ക് വരുന്ന സ്കിസോഫ്രീനിയാണ്. വീണ്ടും വരുന്ന സ്കിസോഫ്രീനിയാണ് റെസിജ്വൽ സ്കിസോഫ്രീനിയ എന്ന് പറയുന്നത്. ഇതിൽ കൂടുതലും കാണപ്പെടുന്നത് നെഗറ്റീവ് സിംറ്റംസ് ആയിരിക്കും. ആംബി വാലൻസ്, അൺഹെഡോണിയ ഇങ്ങനെയുള്ള നെഗറ്റീവ് സിംറ്റംസ് ആയിരിക്കും റെസിജ്വൽ സ്കിസോഫ്രീനിയയിൽ കൂടുതലും കാണപ്പെടുന്നത്. ഇനി അഞ്ചാമത്തെ ടൈപ്പ് സ്കിസോഫ്രീനിയാണ് അൺഡിഫറൻഷ്യേറ്റഡ് സ്കിസോഫ്രീനിയ. അൺഡിഫറൻഷ്യേറ്റഡ് സ്കിസോഫ്രീനിയ എന്ന് പറഞ്ഞാൽ ഈ മുമ്പേ പറഞ്ഞ 4 ഗ്രൂപ്പിലും പെടുത്താൻ പറ്റാത്ത 4ലെയും സിംറ്റംസ് കാണപ്പെടുന്ന സ്കിസോഫ്രീനിയാണ് അൺഡിഫറൻഷ്യേറ്റഡ് സ്കിസോഫ്രീനിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് സ്കിസോഫ്രീനിയയിലെ വളരെ പ്രധാനപ്പെട്ട കുറച്ച് പോയിൻറ്റ്സ്. നമുക്കിതിൻ്റെ ക്വസ്റ്റ്യൻസ് വരുന്ന വീഡിയോകളിൽ ഡിസ്കസ് ചെയ്യാം. ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന കൂടുതൽ വീഡിയോസ് കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു.